ഒന്ന് അണ്ടർ വാട്ടർ മറ്റേ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, അക്വേറിയം. അത് ഫുള്ള് ഉണ്ടാക്കിയിട്ടില്ല, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് ഇവനെത്ര തലയാട്ടത്. എന്നിട്ട് നേരെ എന്റെ വീട്ടിലേക്ക് വാ, എന്നെ ഫോളോ ചെയ്തോ. വായോ കാണിച്ചരാ. അയ്യോ ബാ, ഇവിടെയാണ് വീട്. വീട് കണ്ട ഞെട്ടരുത്, റിച്ച് ഹൗസ് ആണ്. വീട് ചെറുതായിട്ടും വലുതായിട്ടും കാര്യത്തില്ല. അല്ല വീടില്ല, നമ്മള് തെരുവിലാണ്. ഇവിടെ കുളം എവിടെ ഉള്ളത്? കുളം എന്തിനാടാ? വെള്ളം ഒന്ന് നീരാടാനായിരിക്കും അല്ലേ? അതെ അല്ല, കുളിച്ചില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. ഇവിടെ എവിടെയോ ഒരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ അടുത്ത എവിടെയാണ്. അവൻ പോയി. എടാ ഇവിടെ ഒരു ടോർച്ച് ഉണ്ടറാ. ഇവിടെ ഒരു ടോർച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ടോർച്ചിന്റെ അവിടെ ഒരു വഴിയുണ്ട്. അത് എവിടെടാ? ഇതേ വഴി കണ്ടുപിടിച്ചില്ലേ? ഇല്ല, ഞാൻ തന്നെ മറന്നുപോയാ. വഴി കണ്ടുപിടിച്ച്. എടാ ഞാൻ ഇതല്ല ഇവിടെ ഉണ്ടാകുന്ന കളിയാ, മറന്നുപോയാ. എടീ അവൻ കുഴി പൊട്ടിച്ച് പോകണ്ടാ അവൻ. എനിക്ക് നമുക്ക് ഇതുവരെ വഴി പോലും കിട്ടിയിട്ടില്ല. പോട്ടെ, നീ പോയില്ലേ? അങ്ങനെ പോയില്ലേ? അതിനകത്ത് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാ. അയ്യോ എവിടെ മുത്തേ വഴി? ഇന്നും വെള്ളത്തിൽ ചാടിയല്ലേ, അതെങ്ങനെ പോയി? ഇവനെങ്ങനെ പോയേ? ഇവിടെ ഉണ്ടോ കളിയാ? കിട്ടി. വാ ഇത്രയും നേരം ഉണ്ടായിട്ട് ഇത് കണ്ടില്ല. അടുത്തിട്ട് വാ പീറ്ററെ, ഫോട്ടോ എടുക്കാം. പോസ്റ്റ് ഇട്ടോണേ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞില്ലടാ. അതെന്താ പീറ്ററെ കാണിച്ച് അടിക്കണം? അതെന്തിനാ കാണിച്ചത്? പിള്ളേരൊക്കെ കാണുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഈ വേൾഡിലോട്ട് 2 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് അവർക്ക് വേണ്ടി വല്ലതും ഉണ്ടാക്കി വെക്കണം ഇതിനകത്ത്. അതിനു മുന്നേ TNT ഇട്ട് നശിപ്പിച്ച ആ വില്ലേജിന്റെ ഭാഗത്ത് എന്ത് മാറ്റമാണ് വന്നതെന്ന് ഈ വീഡിയോ വഴി കാണിക്കത്തില്ല. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ഇറക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിച്ചെടുക്കാൻ വേണ്ടി ഒരു സംഭവം കാണിച്ചു തരാം. അവിടെ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് മുന്നേ 88ാമത്തെ ദിവസത്തിലായിരുന്നു നമ്മൾ എൻഡ് ചെയ്തത്. ബട്ട് ഈ ഒരു RP നടക്കുന്ന സമയത്ത് 150ാമത്തെ ഡേയ്സിലാണ് ഈ ഒരു RP നടത്തുന്നത്. സോ ഗൈസ്, ഈ ഒരു ടൈം പീരീഡിൽ എന്ത് മാറ്റമാണ് അവിടെ വന്നിട്ടുള്ളതെന്ന് മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് വേറൊരു വീഡിയോ വഴി കാണിക്കാം. ഇത് മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയൊരു സംഭവമാണ് ഈ ഒരു ബലൂൺ. ഹേർട്ട് ഷേപ്പ് ഫയർ വർക്കിന് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് സംഭവം. നമുക്കിതിൻ്റെ മേളിൽ കയറണമെങ്കിൽ വെള്ളം വഴി നീന്തിയാണ് നമ്മൾ മേളിൽ കയറേണ്ടത്. ഇതിൻ്റെ മേളിൽ കയറുമ്പോൾ കാര്യമായിട്ട് കയറിയില്ലെങ്കിൽ നമ്മൾ നിലത്ത് വീണ് ചാവുന്നതായിരിക്കും. ഗൈസ്, അവർ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് അണ്ടർ വാട്ടർ അക്വേറിയം ഉണ്ടാക്കാം. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗ്ലാസ് ആണ് ഗൈസ്. ഗ്ലാസ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. നമുക്ക് ആദ്യം തന്നെ ഒരു സാൻഡും കാര്യങ്ങളും വേണം, അതായത് മണൽ. സോ ഈ പരിസരത്തൊന്നും മണലും ഇല്ലൊരു കിണ്ടിയില്ല. അങ്ങനെ നമ്മൾ സാൻഡ് തപ്പി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ഏരിയ ഓർമ്മയുണ്ടോ ഗൈസ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം TNT ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നിന്നാണ് സാൻഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോയത്. ഫൈനലി നമ്മളങ്ങനെ മുന്നോട്ട് പോയി വേറെ ഏതോ ഒരു ലാൻഡിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അവിടുന്ന് വേണ്ടത്ര സാൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. ഈ ഒരു ലാൻഡ് കാണാനും കൊള്ളാം. പോരാത്തിന് വേറെ ഏതെങ്കിലും ഗ്യാങ് ഈ ഒരു മൈൻക്രാഫ്റ്റ് വേൾഡിനകത്ത് വരുവാണെങ്കിൽ അവർക്ക് ഈ ഒരു ലാൻഡ് നമ്മൾ വിട്ടുകൊടുക്കുന്നതായിരിക്കും ഗൈസ്. അവർക്കൊരു കിണ്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ജീവിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ വിചാരിക്കും വെള്ളത്തിനടിയിലുള്ള സാൻഡ് അല്ലേ, എന്നാൽ പിന്നെ അവിടെ പോയി എടുത്താൽ പോരെ ഗൈസ്. അത് വെള്ളത്തിനടിയിലായതുകൊണ്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും, ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും പൊട്ടാം. പോരാത്തിന് കുറേ ടൈം നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കാനും പറ്റത്തില്ല. അത്യാവശ്യം 1-2 സ്റ്റാക്ക് സാൻഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഞാൻ നാട്ടിലോട്ട് തിരിച്ചിട്ട് പോയി ഗൈസ്. ഇനി ഇത് നമുക്ക് ഫർണസിലിട്ട് ഉരുക്കി ഗ്ലാസ് ഷേപ്പിലാക്കണം. ഇതെല്ലാം ഉരുക്കാൻ വേണ്ടി അതിനകത്തിട്ട് എടുത്തിട്ട്, പോരത്തിന് നമ്മുടെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മോപ്പ് ഫാമിൽ പോയിട്ടാണ് റോട്ടം ഫ്ലഷ് ഉണ്ടാക്കുന്നത്, അതായത് സോംബീസിൻ്റെ ഇറച്ചിയും കാര്യങ്ങളും. ഉരുക്കിയെടുത്ത ഗ്ലാസ് ബ്ലോക്കൊക്കെ സെറ്റാക്കി എടുത്തു. പോരത്തിന് ഇനി നമുക്ക് വേണ്ടത് തിളങ്ങുന്ന വല്ല കല്ലും കാര്യങ്ങളുമാണ്. അതായത് വെള്ളത്തിനടിയിൽ വെളിച്ചവും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, നമുക്ക് ടോർച്ചും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. സോ നെതറിനകത്ത് പോയി കഴിഞ്ഞാൽ തിളങ്ങുന്ന ഒരു കല്ല് കിട്ടും കേസ്, നമുക്ക് അത് എടുക്കണം. സോ അതുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നെതറിൽ പോയിട്ട് നമുക്ക് ആ കല്ലും കാര്യങ്ങളും എടുത്തിട്ട് വരുന്നതാണ്. നെതറിൽ പോയ ഞാനാണെങ്കിൽ തിളങ്ങുന്ന കല്ല് അവിടെ ഇവിടെ കൊണ്ടൊന്ന് നോക്കാൻ തുടങ്ങി. ഇതോ ആ മോളിൽ കാണുന്ന തിളങ്ങുന്ന കല്ലാണ് ഗൈസ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഈ ഏരിയ അത്ര സേഫും അല്ല, എപ്പോൾ വേണമെങ്കിലും ഗ്യാസ്റ്റും കാര്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാം. ഗൈസ്, ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഒരാളെ കാണുന്നത്. ആ പോണത് ഒരു വില്ലേജർ അല്ലേ ഗൈസ്.
ഗൈസ് നമ്മുടെ വില്ലേജിൽ നിന്ന് ഈ പോർട്ടൽ വഴി അറിയാണ്ട് ഇതിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടുപോയതാണ്. സോ നമുക്ക് അവൻ എന്തായാലും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോർട്ടലിന് വെളിയിൽ പോയി. എന്നിട്ട് വലിയ കാര്യത്തിലൊരു ബോട്ട് ഉണ്ടാക്കി. പക്ഷെ ഞാൻ അപ്പോഴാണ് വിചാരിച്ചത് എന്തായാലും 2 ഫ്രണ്ട്സ് വരുന്നുണ്ടെന്നാൽ പിന്നെ അവരുടെ കൂടെ ഈ ഒരു RP നടത്തിക്കൂടെ ഇവനെ വെളിയിലോട്ട് എത്തിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ അവനെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ നേരെ വന്ന കാര്യം ചെയ്യാൻ തുടങ്ങി. കുറേ വുഡൻ്റെ പ്ലാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മേളിൽ കയറിയിട്ട് ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കാൻ തുടങ്ങി. ഗൈസ് ഈ പൊട്ടിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ പൊടിയായിട്ടാണ് കിട്ടുക. പക്ഷെ നമുക്കിത് ക്രാഫ്റ്റിംഗ് ടേബിളിനകത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ബ്ലോക്കായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ വെള്ളത്തിനകത്ത് മുങ്ങിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ വല്ല നല്ല കാണാൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അധികം ടൈമും ഇല്ല, അവരിപ്പോൾ തന്നെ വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. ഗൈസ് അങ്ങനെ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ പണി തുടങ്ങാൻ തുടങ്ങി. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഗൈസ് ഇത്. കാര്യം നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ സോംബീസും ഉണ്ട്, പോരാത്തിന് നമുക്ക് ശ്വാസവും മുട്ടും. പിന്നെ ഇതിനകത്ത് ബ്ലോക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കാനൊക്കെ നല്ല പാടുമാണ്. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ താഴോട്ട് മുങ്ങിപ്പോകും, എന്നിട്ട് തറ പണിഞ്ഞിട്ട് വീണ്ടും മേളിലോട്ട് വരും, വീണ്ടും താഴോട്ട് പോകും, വീണ്ടും മുങ്ങും. ഇങ്ങനെയാണ് ഞാൻ ഈ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ ചുറ്റുമായിട്ട് ഞാൻ മറ്റേ തിളങ്ങുന്ന കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തന്നെ ഒരു ഗ്ലോബ് പോലെ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മുടെ ഒരു ലക്ഷ്യം. പിന്നെ ഈ ഗ്ലോബിലോട്ട് നമ്മുടെ ലാൻഡിൽ നിന്ന് വരാനായിട്ടുള്ളൊരു വലിയ പാത്ത് വേയും, അതായത് അണ്ടർ വാട്ടറിൽ. ഇതാണ് നമ്മൾ പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഗൈസ് ഇതിൻ്റെ ഇടയ്ക്ക് ട്രേഡിൻ്റെ നമ്മളെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട് തെണ്ടി. ഗൈസ് ഇത് കുറേ ടൈം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കിയത്. അറൗണ്ട് ഒരു 1 ഹവറിന് മേളിൽ പോയി. സോ അത്രയും നേരം ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ഫോൺ കത്തിപ്പോകും ഗൈസ്. ഒന്നാമത് എൻ്റെ സ്റ്റോറേജും കാര്യങ്ങളില്ല. പിന്നെ ഇനി വരുന്ന RP എടുക്കാനായിട്ട് വേറെ സ്റ്റോറേജ് വെക്കണം. സോ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് തീർത്ത് ഒരു വലിയ പാത്ത് വേ ഉണ്ടാക്കി. പാത്ത് വേ ഉണ്ടാക്കുന്ന കൂടെ തന്നെയാണ് ഞാൻ ഈ ഡേർട്ടും കാര്യങ്ങളൊക്കെ വെച്ച് വന്നത്. ഇനി ഇവരെ വന്നു കഴിഞ്ഞിട്ട് വേണം ഈ ഡേർട്ടും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളിൽ കൂടെ നമുക്ക് പോകാനായിട്ട്. ഈ ഡേർട്ട് വെച്ചതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല ഗൈസ്, അതിനകത്ത് വെള്ളം നിൽക്കരുത് ഗൈസ്, വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാനാണ്. അങ്ങനെ കുറേ ടൈം എടുത്തിട്ട് ഏകദേശം കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ഓഫ് ഓൾ 3 RP ആണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്ന് ഈ ഒരു അക്വേറിയം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടന്നു പോയി ഇത് കാണുന്നതാണ്. ഒരു കാര്യം പറയാം, അക്വേറിയം കംപ്ലീറ്റ് ആയിട്ടില്ല. ഗ്ലോബിൻ്റെ അവിടെ നമ്മൾ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കാനുണ്ട്. പിന്നെ ധൃതി ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്രയും ഉണ്ടാക്കി വെച്ചു, അത്രയും മതി. അപ്പോൾ ഈ 3 പേരായിട്ട് വന്നിട്ട് ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആസ്വദിക്കുന്നത്, 2-3 ഫോട്ടോ എടുക്കുന്നതാണ് ഫസ്റ്റത്തെ RP. പിന്നെ വരുന്ന RP എന്ന് പറയുന്നത് നമ്മുടെ നെതറിനകത്ത് പെട്ട് കിടക്കുന്ന നമ്മുടെ വില്ലേജറിനെ വെളിയിലെത്തിക്കുന്നതാണ്. മൂന്നാമതായിട്ട് വരുന്ന RP എന്ന് പറയുമ്പോഴത്തേക്കും ട്രഷർ ഹണ്ടാണ് ഗൈസ്. ഇതിൻ്റെ ഈ ഒരു സ്ഥലത്തായിട്ട് തന്നെ ഒരു ബോട്ട് മുങ്ങിക്കിടക്കുന്നുണ്ട്. സോ നമുക്ക് ആ ബോട്ടിൻ്റെ ഉള്ളിൽ പോയി നോക്കുവാണെങ്കിൽ ചിലപ്പം ട്രഷർ മാപ്പ് കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു മാപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാപ്പിനകത്ത് നമ്മൾ എവിടെയാണ് ഫൈൻഡ് ചെയ്ത് നമ്മൾ ആ ഒരു ട്രഷർ മാപ്പ് പോയിട്ട് നിധിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതാണ്. ഇതാണ് കളിക്കാൻ വെച്ചേക്കുന്ന 3 RP. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ് ഈ കാണുന്നവനാണ് സ്പൈഡി, നമ്മുടെ ലോങ് ലൈഫ് റോൾ പ്ലേ RP സെർവറിൻ്റെ ഓണറുകളിൽ ഒരാൾ. പിന്നെ മറ്റേ ഡിങ്കനാണ് LLRP സെർവറിലുള്ള ഒരേ ഒരു മേയർ. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും അവന് ഡിങ്കൻ്റെ BGM ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. RPയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തനാണെങ്കിൽ തലയാട്ടിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. പിന്നെ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇവരൊക്കെ ബലൂണും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് മേളിലോട്ട് പോയി. പിന്നെ മേളിൽ കയറിയപ്പോഴത്തേക്കും ഡിങ്കനാണെങ്കിൽ ഡെത്തായി നിലത്ത് വീണിട്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഡിങ്കന് മൈൻക്രാഫ്റ്റിനെ പറ്റി അങ്ങനെ വലിയ പിടിയൊന്നുമില്ല. പണ്ടപ്പോഴോ കളിച്ചിട്ടുണ്ട്, പിന്നെ ആരുടെയൊക്കെ ഗെയിം പ്ലേ കണ്ടിട്ടുള്ളതുകൊണ്ട് ഒരു ചെറിയ പിടിയുണ്ട്. P4U YT എന്ന് പറയുന്നത് നമ്മുടെ സ്പൈഡിയാണ്. അവൻ പ്രോ പ്ലെയറാണ് ഗൈസ്. പിന്നെ ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡിങ്കിനെ ആണെങ്കിൽ സ്പൈഡി നിലത്തോട്ട് ഇടാൻ വേണ്ടി ഇങ്ങനെ ഫിസ്റ്റ് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കയറി ചെന്നപ്പം എനിക്കൊരു ഫിസ്റ്റ് ഫൈറ്റ് കിട്ടി. ഞാൻ നേരെ നിലത്തോട്ട് വീണ് ചത്തുപോയി ഗൈസ്. സത്യം പറഞ്ഞാൽ എന്തോ ബഗ്ഗോ അങ്ങനെ എന്തോ പരിപാടി കാരണമാണ് ഞാൻ നിലത്തോട്ട് വീണത്. അങ്ങനെ ഈ വേൾഡിൽ 2ാമതായിട്ട് ഞാൻ മരിച്ചു പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ അത് ഇഞ്ചറായി വീണ പോലെ കാണാം. സോ ഞാൻ ഡെഡായ സ്ഥലത്ത് വന്നിട്ട് എൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ നേരെ കളക്ട് ചെയ്ത് വെച്ചു. പിന്നെ താഴെ കിടന്ന ചെസ്റ്റിൽ നിന്ന് ഞാനാണെങ്കിൽ അമ്പും ബില്ലും ഒക്കെ തിരഞ്ഞെടുത്തു. കാര്യം രാത്രിയായി, ഇവർക്ക് ഫയർ വർക്ക് കാണിക്കാനുണ്ട്. ഇതോ ആ കാണുന്ന മഞ്ഞ പ്രഷർ പ്ലേറ്റിലായിട്ടാണ് നമ്മൾ അമ്പ് വിടേണ്ടത്. ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ്? ഇനി ഇവർക്ക് കിടന്നുറങ്ങാനായിട്ട് ബെഡും കാര്യങ്ങളൊക്കെ വേണം. ബട്ട് നമ്മൾ വില്ലേജ് നശിപ്പിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസും ബെഡ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് ഇവർക്ക് വേണ്ട ബെഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങാറുള്ള സ്ഥലത്ത് തന്നെ അവരുടെ ബെഡും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കിടന്നുറങ്ങി. സോ ഗൈസ് നമ്മൾ അക്വേറിയം സ്പോട്ടിൽ പോയിട്ട് ചെസ്റ്റി വെച്ചേക്കുന്ന മണ്ണ് മാന്തുന്ന സാധനമൊക്കെ എടുത്ത് വെച്ചു. എന്ന് പറയുമ്പോൾ ഷവലാണ്. ബട്ട് ഈ ഒരു സമയത്ത് സ്പൈഡി ആണെങ്കിൽ നേരെ ആ വഴിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോയി മണ്ണ് മാന്താൻ തുടങ്ങി ഗൈസ്. ബട്ട് എനിക്കും ഡിങ്കനും കുറേ നോക്കിയിട്ട് ഞങ്ങൾക്ക് വഴി കിട്ടുന്നില്ല ഗൈസ്. ഈ സംഭവം ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് തന്നെ വഴി കിട്ടുന്നില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ വഴി കിട്ടി. ഫൈനലി ഞങ്ങൾ ഒരുമിച്ച് ആ മണ്ണ് മാന്താനായിട്ട് തുടങ്ങി. ഈ മണ്ണ് മാന്തി എടുക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ അക്വേറിയം കണ്ടുപോകുന്നത് ഗൈസ്. ഈ ഗ്ലാസിന് വെളിയിലുള്ള സ്ഥലമാണ് അക്വേറിയം എന്ന് പറയുമ്പം ഈ കടൽ. നമ്മൾ ഈ കടലിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു എന്നുള്ളൂ. പിന്നെ കുറച്ച് നേരം ആ മണ്ണും കാര്യങ്ങളൊക്കെ മാന്തിയിരുന്ന് നമ്മൾ ആ പരിപാടി അങ്ങ് നിർത്തി. ലാസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഗ്ലോബിലെത്തി ഞങ്ങൾ. ഇവിടെ വെച്ച് ഞങ്ങൾ 2-3 പിക്കും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു.
ഈ ഒരു ഗ്ലോബ് നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് ഏരിയ ഒക്കെ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ പിക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്ഥലമാക്കി മാറ്റാൻ പറ്റും. സോ ഗൈസ് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഇനിയുള്ള RP എന്ന് പറയുന്നത് നമ്മുടെ വില്ലേജർ റെസ്ക്യൂ ആണ്. അതായത് വില്ലേജറിനെ നെതറിൽ നിന്ന് നേരെ നമ്മുടെ ഈ വേൾഡിനകത്തോട്ട് കൊണ്ടുവരുന്നതാണ്. 2 പ്ലാനാണുള്ളത്. ഒന്ന് ബോട്ടിൽ കയറ്റി നമ്മൾ വെളിയിലാക്കുന്നത്, ബട്ട് ബോട്ട് മേളിലേക്കുള്ള ബ്ലോക്ക് കയറത്തില്ല, വെള്ളം വേണ്ടി വരും കയറാൻ. എന്നാൽ നെതറിനകത്ത് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല, ബോട്ടിൽ അത് ഇല്ലാണ്ടായി പോകും. സോ പ്ലാൻ B എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽ വഴി വില്ലേജറിനെ നമ്മൾ വെളിയിലെത്തിക്കുക എന്നുള്ളതാണ്. സോ റെയിൽ ഉണ്ടാക്കണമെങ്കിൽ അയൺ വേണം. സോ നമ്മൾ അയൺ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഈ അയണും കാര്യങ്ങളൊക്കെ വെറുതെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അയൺ ഗോലത്തിനെയൊക്കെ കൊന്ന് കുറേ അയണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി. പോരാതെ എൻ്റെ ചെസ്റ്റിനകത്തുണ്ടായിരുന്ന കുറേ അയണും കാര്യങ്ങളും ഞങ്ങൾ എടുത്തു. റെയിലും പിന്നെ അത് ഓടിക്കാനുള്ള സാധനമൊക്കെ നമ്മുടെ സ്പൈഡി ഉണ്ടാക്കി വെച്ച് ദെൻ നേരെ നെതറിലോട്ട്. നെതറിൽ എത്തിയത് ഓർമ്മയുള്ളൂ, തീയിലാണ് വന്ന് വീണത്. നോക്കുമ്പോഴേക്കും വില്ലേജറിനെ കാണാനില്ല ഗൈസ്. തപ്പി നോക്കുമ്പോണ്ട് ദേ കിടക്കണം ദൂരത്ത് പോയിട്ട്. ബോട്ടും എടുത്തിട്ട് അവൻ അതിനകത്ത് കയറ്റിയിട്ട് ഞാൻ നേരെ പോർട്ടലിൽ അങ്ങോട്ട് പോയി. പോകുന്നിടയ്ക്ക് നമ്മൾ ഡിങ്കനോട് വണ്ടി ഒന്ന് തള്ളിത്തരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സ്പൈഡ് റെയിലൊക്കെ വെച്ച് അവിടെ സംഭവം സെറ്റാക്കി. ലാസ്റ്റ് അവൻ എങ്ങനെയൊക്കെയോ കയറ്റി ഞങ്ങൾ. അങ്ങനെ അവനെ പോർട്ടലിലോട്ട് എത്തിച്ച് എങ്ങനെയൊക്കെയോ ഞങ്ങൾ വേൾഡിനകത്തോട്ട് തിരിച്ച് കൊണ്ടുവന്നവനെ. രാത്രിയായതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങാനായിട്ടൊരു ബെഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മളും പോയി കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴേക്കും പുള്ളിക്കാരനെ ഞങ്ങൾ നേരെ ബോട്ടിലെടുത്തിട്ട് നമ്മുടെ അനിമൽ ഫാമിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നായിരുന്നു. അവന് സുഖമായിട്ട് അവിടെ ജീവിക്കാം. അതിനടുത്തുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഈ വില്ലേജർ ചെയ്തോളും. അതിൻ്റെ ഉള്ളിൽ തന്നെ ബെഡും ഇട്ട് കൊടുത്ത് വില്ലേജർ ഹാപ്പി. പിന്നീട് അങ്ങോട്ട് അവിടെ കാണുന്ന ഗോലത്തിനൊക്കെ അറഞ്ചം പുറഞ്ഞ് കില്ല് ചെയ്യുമായിരുന്നു. ട്രഷർ ഹണ്ടിന് പോകാനുള്ള RPയിലേക്ക് കിടക്കുമായിരുന്നു ഈ സമയത്ത്. ഈ ഒരു സമയം നമ്മൾ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിരിക്കുമ്പോഴത്തേക്കും രാത്രിയായി അവിടെ എത്തിയപ്പോഴേക്കും. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു വന്ന് കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീക്കും, വീണ്ടും സോംബീസായിട്ട് ഒരു ഫൈറ്റ് അടിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഈ ഫൈറ്റൊക്കെ കഴിഞ്ഞ് കുറേ തമാശയൊക്കെ പറഞ്ഞ് അവിടെ പോകുമ്പോഴേക്കും വീണ്ടും രാത്രി. പിന്നെ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരും, വീണ്ടും പോകും, വീണ്ടും രാത്രിയാവും, തിരിച്ചു വരും. ഇതൊക്കെ തന്നെയായിരുന്നു കുറേ നേരത്തേക്ക്. ഗൈസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വില്ലേജർ ആണെങ്കിൽ പിണങ്ങിയായിരുന്നു കേട്ടോ, മുഖം മറച്ചിരിക്കണ കണ്ടാവൻ. ഗൈസ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ഗൈസ് ശരിക്കും അവനൊന്ന് നോക്കിയേ, അവൻ്റെ ആ ക്യാപ്പ്, ആ ഒരു രൂപം എല്ലാം ഞാൻ എവിടെയോ കണ്ടു മറന്ന പോലെ. हाय सर, क्या कहेंगे आप? സോറി ഗൈസ്, നമ്മൾ വിഷയത്തിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്. ഫൈനലി ഇത് കഴിഞ്ഞ് ട്രഷർ ഹണ്ടിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ദേ കിടക്കണേ രാത്രിയായി ഗൈസ്. വീണ്ടും പോയി കിടന്നുറങ്ങി രാവിലെ ആകുമ്പോൾ സോംബി വാറ്. നമ്മുടെ ടവറാണെങ്കിൽ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് ഗൈസ്. സോ ഗൈസ് അങ്ങനെ ഒരുവിധം ഞങ്ങൾ ആ ഒരു ട്രഷർ ഹണ്ടിന് വേണ്ടി ഒരുങ്ങി. ഒടുവിൽ നമ്മൾ ബോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെള്ളത്തിലെടുത്ത് ഇറങ്ങി. മുങ്ങിപ്പോയി കിടക്കുന്ന ആ കപ്പൽ കണ്ടുപിടിക്കാൻ നല്ല പാടാണെന്ന് വിചാരിക്കുമ്പോൾ ഉണ്ട് ദേ കിടക്കണ താഴെ കപ്പൽ. ഇത്രയും അടുത്താണ് കൊണ്ടിട്ടേക്കണത്. സോ ഗൈസ് നമ്മൾ നേരെ വൈകിക്കാനായിട്ടൊന്നും നിന്നില്ല. നമ്മുടെ സ്പൈഡി ആണെങ്കിൽ വെള്ളത്തിനടിയിൽ പോയിട്ട് ആ ചെസ്റ്റിൽ നിന്ന് ആ ട്രഷർ ഹണ്ട് മാപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഫുള്ള് ഈ മാപ്പ് കൊടുത്ത് അലഞ്ഞിരിഞ്ഞ് നടക്കുമായിരുന്നു ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളതിൻ്റെ പോയിന്റ് വരണം. അതായത് ഈ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേൾഡ് മൊത്തമുള്ള മാപ്പൊന്നുമല്ല, ഒരു ചെറിയ പോർഷനായിട്ടുള്ള മാപ്പാണ്. അപ്പോൾ ആ പോർഷൻ എവിടെയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിപ്പം നിൽക്കുന്ന പ്രദേശത്ത് നിന്നും നമ്മൾ സ്ഥലം മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നോക്കണം. അപ്പോൾ ഈ മാപ്പിനകത്ത് നമ്മളെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാപ്പിലെത്തി എന്നാണ് അർത്ഥം. ആ മാപ്പിലെങ്ങാനും നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാപ്പിൻ്റെ സെൻറ്റർ, അതായത് X ഭാഗത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കുഴിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിധി കിട്ടുന്നതാണ് ഗൈസ്. ഒടുവിൽ ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് കാണാനൊന്നും പറ്റിയില്ല. ലാസ്റ്റ് ഞാൻ മാപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സ്പൈഡിക്ക് കൊടുത്തു. സ്പൈഡി മാപ്പൊക്കെ നോക്കിയിട്ട് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ടായിരുന്നു, അത് വെള്ളത്തിലോട്ട്. പിന്നെ ഞാനുണ്ട് ഇങ്ങനെയൊക്കെ ഇവൻ്റെ പുറകെ അങ്ങ് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും ഇവനങ്ങ് വാനിഷായി. അതായത് പിന്നെ ഇവനങ്ങ് കാണാനില്ല, ഇവൻ എങ്ങോട്ടോ പോയി. പിന്നെ നമ്മൾ ഇതൊന്നും പറയാണ്ട് വീണ്ടും മുന്നോട്ട് തന്നെ പോയി. കുറച്ചങ്ങോട്ട് പോയപ്പോഴേക്കും ദൂരത്ത് എന്തോ ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ വിചാരിച്ച് പൊട്ടിപ്പൊളിഞ്ഞിറങ്ങുന്ന പോർട്ടലോ മറ്റോ ആയിരിക്കുന്നു. ബട്ട് ഞങ്ങൾ അവിടെ പോയി നോക്കുമ്പോൾ വേറൊരു ടൈറ്റാനിക് മുങ്ങിക്കിടക്കണം. ഞാനാണെങ്കിൽ ആവേശം കൊണ്ട് അതിൻ്റെ അടിയിലേക്ക് നീന്തി ചെന്നാൽ ചെസ്റ്റ് തുറന്ന് നോക്കുമ്പോൾ ഉണ്ട് ഗൈസ്, അതിനകത്ത് വേറൊരു ട്രഷർ മാപ്പ് ഇരിക്കുന്നു ഗൈസ്.